ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിൽ നിന്ന് മാത്രം ഈ സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ എണ്ണം 95 ആയി. രാജ്യസഭയിൽ 46 പേരാണ് സസ്പെൻഷനിലുള്ളത്. आप सबका निर्णय हर विषय पर चर्चा कराएंगे, लेकिन तख्तियां लेकर सदन नहीं चलेगा। मैं किसी भी माननीय सदस्य के खिलाफ कोई कार्रवाई नहीं करना चाहता, लेकिन सदन नियमों से चलेगा। ये क्या उचित है सदन में कि आसन तक नजदीक आप आ जाएं, आसन के ऊपर तक चल जाएं? ये आपके परंपरा है, आपकी प्रॉपर्टियां हैं। इस तरीके से सदन चलाना चाहते हैं आप? ये मर्यादा है आपकी? माननीय सदस्यगण, मर्यादा बनाए रखें, विचारधारा के आधार पर अपनी बात कहें। असहमति व्यक्त करना, आलोचना करना सबका अधिकार है, लेकिन सदन नियमों, प्रक्रियाओं, व्यवस्था से चलता है। आप ये मर्यादा करना चाहते हैं? पूरा देश आपकी इन व्यवहार को देख रहा है। ये देश का सबसे स्वच्छ लोकतांत्रिक संस्था है। माननीय सदस्य, मैं आग्रह करता हूं, सदन की मर्यादा को बनाए रखें। आपने जिस तरीके से सदन की मर्यादाओं को तोड़ा है, ये उचित नहीं है। मैं किसी भी माननीय सदस्य के खिलाफ कोई कार्रवाई नहीं करना चाहता, लेकिन सदन व्यवस्थाओं से चलेगा, नियमों से चलेगा, परंपराओं से चलेगा। फिर माननीय सदस्यों से आग्रह करता हूं, अंतिम चेतावनी दे रहा हूं सर माननीय सदस्यों को, फिर अंतिम चेतावनी दे रहा हूं माननीय सदस्यों को, सदन की कार्रवाई सर आप बोलना चाहते हैं? जोशी जी, जिन लोगों ने ऐसे माफ करके माननीय प्रधानमंत्री जी का फोटो लाया है, ये बहुत ही खंडनार्ह है सर। आई स्ट्रांगली कंडेम दिस। जिन लोगों को जनता ने अभी जो चुनाव हुआ, इसमें इनका जो स्थिति क्या है उनको पता चल गया है। इनको जनता ने पूरा सबक सिखाया है। ये तो हारने का जो डेस्परेशन है, ऐसे माननीय प्रधानमंत्री जी का, मोदी जी का ये फोटो मार्क करके ऐसे अपमान कर रहे हैं लोग। इसको രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, സഭയിൽ കൂടുതൽ സസ്പെൻഷനുകൾ സംഭവിക്കുന്നു. ഇന്നും ബഹളമയമായിരുന്നു ഇരുസഭകളും. രഞ്ജിത്ത്, ഇരുസഭകളിലും ഇന്ന് ബഹളം തന്നെയായിരുന്നു, പ്രക്ഷുബ്ധമായിരുന്നു. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റ് അതിക്രമത്തിൽ മറുപടി പറയണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ സഭ പലതവണ തടസ്സപ്പെട്ടു. തുടർന്ന് 12:30 വീണ്ടും സഭ സമ്മേളിച്ച ഉടനെയാണ് ലോക്സഭയിൽ അംഗങ്ങൾക്കെതിരെ, പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. 49 അംഗങ്ങളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നലെ ലോക്സഭയിൽ നിന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി 46 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് 49 അംഗങ്ങളെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ലോക്സഭയിൽ നിന്ന്. അങ്ങനെ ലോക്സഭയിൽ നിന്ന് മാത്രം ഈ സഭാ കാലയളവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 95ആയി. രാജ്യസഭയിൽ 46 പേരും സസ്പെൻഷനിലാണ്. ഈ സമ്മേളന കാലയളവിൽ 141 അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പാർലമെന്റ് അതിക്രമം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ സസ്പെൻഷനിലായത് 141 അംഗങ്ങളാണ്. ഇതെല്ലാം പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇതിൽ കേരളത്തിൽ നിന്ന് അടൂർ പ്രകാശ്, ഒപ്പം തന്നെ കെ സുധാകരൻ, ശശി തരൂർ, സമദാനി എന്നിങ്ങനെ 4 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുള്ള എംപിമാർ അടക്കമുള്ളവർ ലോക്സഭയിലും രാജ്യസഭയിലും. സുരേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, തുടർച്ചയായ സസ്പെൻഷനുകളാണ്. 140-ന് മുകളിൽ എംപിമാർ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അസാധാരണമായ സാഹചര്യമാണോ സഭയിൽ? തീർച്ചയായിട്ടും പാർലമെന്ററി ജനാധിപത്യത്തെ കുഴിച്ചുമൂടുന്ന, കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതിന് ലോക്സഭാ സ്പീക്കർ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് ഉന്നയിച്ചത്. ലോക്സഭയിൽ നടന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സഭയിൽ വന്ന് അംഗങ്ങളോട് സംസാരിക്കണമെന്നുള്ളതാണ്. അത് സ്പീക്കറുടെ മാത്രം അധികാരപരിധിയിൽ വരുന്ന ഒന്നല്ല പാർലമെന്റിൽ സംഭവിച്ചത്. മറിച്ച് ലോക്സഭയ്ക്കകത്ത് നടന്ന സംഭവങ്ങളുടെ ഗൂഢാലോചന ലോക്സഭയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബിജെപിയുടെ എംപിയാണ് പാസ് കൊടുത്തത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എടുക്കുന്ന നടപടികളെ മാത്രം പോരാ,
ആഭ്യന്തര വകുപ്പിന് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണം, ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം നടത്തണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് ന്യായമാണ്, യുക്തമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ ഗവൺമെന്റോ സ്പീക്കറോ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ലോക്സഭ അംഗങ്ങൾക്ക്, ലോക്സഭയിൽ രാജ്യസഭ അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. പക്ഷെ അതിന്റെ പേരിൽ ലോക്സഭയിൽ പ്രതിഷേധിക്കുന്നതിന്റെ പേരില്, രാജ്യസഭയിൽ പ്രതിഷേധിക്കുന്നതിന്റെ പേരില് മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കുക എന്നുള്ളത് തീർച്ചയായും അത് ജനാധിപത്യത്തിന് കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ്. ഞങ്ങൾ മാത്രം മതി, പ്രതിപക്ഷം വേണ്ട, ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ധിക്കാരത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഷയിലാണ് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് രാജ്യസഭാ അധ്യക്ഷനും അതുതന്നെ ലോക്സഭാ സ്പീക്കറും. ശരി, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രാകേഷ്, അതാണ് വലിയ ആക്ഷേപം, വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സർക്കാർ ഈ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങളിൽ വഴങ്ങുന്നുമില്ല. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ ആകുമോ സ്ഥിതിഗതികൾ? സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് ആവശ്യങ്ങൾ: ഒന്ന്, ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണം; രണ്ട്, സസ്പെൻഷനിലായ അംഗങ്ങളുടെ അവരുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണം. ഇതായിരുന്നു ഇന്നലെ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം. പക്ഷേ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി കൂടുതൽ അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അപ്പോൾ സർക്കാരിന്റെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തമായിരുന്നു. അതായത് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇന്നലെ കൂടുതൽ നടപടിയിലേക്ക് പോയത്. ലോക്സഭയിൽ മാത്രമല്ല, രാജ്യസഭയിലും ഇന്നലെ അത്തരത്തിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. കാരണം ഇന്നലെ ആദ്യഘട്ടത്തിൽ രാജ്യസഭയിൽ ഒരംഗവും ലോക്സഭയിൽ 13 പേരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്നലെ ലോക്സഭയിൽ മാത്രം 33, ലോക്സഭയിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗങ്ങൾ ഇന്നലെ 46ആയി. രാജ്യസഭയിലും സമാനമായ രീതിയിൽ 45 അംഗങ്ങളെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ 2 സഭകളിലുമായി 92 അംഗങ്ങൾക്ക് സസ്പെൻഷനിലേക്ക് വന്നു. പക്ഷേ പ്രതിപക്ഷം കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു. കാരണം സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അതിക്രമം നടക്കുന്നു. ആ അതിക്രമത്തിൽ പാർലമെന്റിൽ തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രസ്താവന നടത്തേണ്ടത്, അല്ലാതെ സഭയ്ക്ക് പുറത്തല്ല. അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട നിലപാടിലായിരുന്നു പ്രതിപക്ഷം. എന്ത് നടപടി ഉണ്ടായാലും ഇന്ന് പ്രതിഷേധം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി സഭയിൽ വരണം, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങിയത്. അതിനുശേഷം 2 തവണ 11 മണിക്കും സഭ തടസ്സപ്പെട്ടു, 12 മണിക്കും സഭ തടസ്സപ്പെട്ടു, 12:30 വീണ്ടും സഭ സമ്മേളിച്ച ഉടൻ തന്നെയാണ് ഈ അച്ചടക്ക നടപടി ചെയർ വായിക്കുകയും 49 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇനി സഭാ സമ്മേളനം അവസാനിക്കാൻ അവശേഷിക്കുന്ന 3 ദിവസമാണ്. വെള്ളിയാഴ്ച പാർലമെന്റ് വിന്റർ സെഷൻ, ശൈത്യകാല സമ്മേളനം അവസാനിക്കും. സ്വാഭാവികമായും അതുവരെ സസ്പെൻഷനിലാണെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. മാത്രവുമല്ല, പാർലമെന്റിനകത്ത് അവശേഷിക്കുന്ന അംഗങ്ങളുടെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. കാരണം പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ പാർലമെന്റിനകത്ത് 133 അംഗങ്ങളാണ്. അതിൽ തന്നെ 95 അംഗങ്ങൾ സസ്പെൻഷനിലായി. മാത്രവുമല്ല, മറ്റ് ചില അംഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന കക്ഷികളാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം എന്ന കാര്യങ്ങളടക്കം അറിയേണ്ടതുണ്ട്. ഏതായാലും പാർലമെന്റിന് പുറത്ത് പ്രധാന കവാടത്തിലും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ സർക്കാർ നടപടി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഡെമോക്രസിയല്ല നമോക്രസിയാണ് നടക്കുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലം ഇപ്പോഴുമുണ്ട്. ഒപ്പം ഭരണപക്ഷമാകട്ടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നുമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂടി ടെലിഫോൺ ലൈനുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല സർക്കാർ. എന്താണ് ഇനിയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം? നാളെ രാവിലെ 9:30 മണിക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടുന്നുണ്ട്. ഈ 2 യോഗങ്ങൾക്ക് ശേഷം മാത്രമേ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും ഭാവി പരിപാടികളെ കുറിച്ചുള്ള തീരുമാനം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ 17ാം ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ 100-ലധികം പാർലമെന്റ് മെമ്പർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ സസ്പെൻഷൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഹീനമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിക്ക് അമിത്ഷായ്ക്കും തീരെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അവർ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം അഡോപ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരുപക്ഷെ ഈ 2024 ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ അവസാനത്തെ പാർലമെന്ററി ജനാധിപത്യമുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കൂടുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നുവരെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രധാനമന്ത്രിമാരും കൈക്കൊള്ളാത്ത ജനാധിപത്യ വിരുദ്ധമായ സ്വേച്ഛാധിപത്യത്തിൽ അധിഷ്ഠിതമായ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുകൊണ്ട് അവരുടെ വായടപ്പിക്കാം എന്നുള്ള ധാരണ തെറ്റാണ്. മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെ കുറിച്ചും അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള നിർണായക ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനാവില്ല. കാരണം അതിരൂക്ഷമായ വിമർശനം അടിച്ചുവിടും, അത് ജനമധ്യത്തിലേക്ക് എത്തുമെന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആരും തന്നെ സഭയിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇത്ര കൂട്ടത്തോടെയുള്ള സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ശരി, നന്ദി ശ്രീ രാജ്മോഹൻ. താൻ ശ്രീ NK പ്രേമേന്ദ്രൻ MP ടെലിഫോൺ ആയിട്ട്. ശ്രീ പ്രേമേന്ദ്രൻ, കുറച്ച് ദിവസങ്ങളായി സമരത്തിലാണ് പ്രതിപക്ഷം. പക്ഷേ കൂടുതൽ സസ്പെൻഷനുകൾ ഉണ്ടാകുന്ന സാഹചര്യം, ഇത് അസാധാരണമായ ഒരു സാഹചര്യമായി മാറുന്നുണ്ടോ സഭയിൽ? സാധാരണ സാഹചര്യത്തെ അസാധാരണ സാഹചര്യമാക്കി മാറ്റിയെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഗവൺമെന്റാണ്. കാരണം ഞങ്ങൾ വളരെ മിനിമം ആവശ്യം മാത്രമാണ് ഉന്നയിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിൽ പാർലമെന്റിനകത്തുണ്ടായിട്ടുള്ള അതിക്രമത്തെ സംബന്ധിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അമിത്ഷാ സഭയിൽ വിശദീകരിക്കണമെന്നുള്ള കേവലമായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിന് തയ്യാറാകാതെ സഭയിൽ പോലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹാജരാകാതെ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോടും വിവിധ സമ്മേളനങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തുകയും പാർലമെന്റ് നോക്കുകുത്തിയാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സത്യത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. നിഷ്പ്രയാസം ഗവൺമെന്റ് പരിഹരിക്കാൻ കഴിയുമായിരുന്നൊരു വിഷയത്തെ അവർ ബോധപൂർവമായി സംഘർഷഭരിതമാക്കി മാറ്റി തീർത്തതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായിട്ടുള്ള 3 ക്രിമിനൽ നിയമങ്ങൾ, ഗുരുതരമായ അപാകതകളും വീഴ്ചകളുമുള്ള 3 നിയമങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്ത് പാസ്സാക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലുകൾ പാസ്സാക്കാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അപ്പൊ ആ അബദ്ധജടിലമായിട്ടുള്ള നിയമം സഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ പൊതുമണ്ഡലത്തിൽ അത് എത്തും, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിന്റെ ശ്രദ്ധയിൽ വരുമെന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കൂട്ട സസ്പെൻഷൻ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സംഘർഷവും സഭയ്ക്കകത്ത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മാസീവായി അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ജനവിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുക എന്ന കൃത്യമായ പരിപാടിയാണ് BJPയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ബഹുജന വികാരം വളർത്തിക്കൊണ്ടുവരാനാണ് പ്രധാനമായും ഞങ്ങളും ഈ അവസരത്തിൽ ശ്രമിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ലോക്സഭയിലും രാജ്യസഭയിലും സഭാ നടപടികൾ തടസ്സപ്പെട്ടു. MP-മാർക്ക് കൂടുതൽ സസ്പെൻഷൻ ഉണ്ടാകുന്നു. 141 MP-മാരോളം പുറത്താകുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. അസാധാരണമായ സാഹചര്യമെന്നാണ് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഇപ്പോഴും അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം MP-മാരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനും NK പ്രേമേന്ദ്രനും ഒക്കെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു സാഹചര്യമാണ്. സർക്കാർ തലത്തിലോ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുണ്ട്, BJPയുടെ കോർ കമ്മിറ്റിയുണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാം എന്നാണ് സ്പീക്കർ അടക്കം കരുതുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ സമീപകാലത്തൊന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം 1989 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇതിനു മുമ്പ് ഇത്രയധികം MP-മാരെ സസ്പെൻഡ് ചെയ്തത്. അന്ന്
ഇന്ദിരാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ നടപടി. അന്ന് 63 പേരെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. CPM ഒപ്പം തന്നെ ജനതാ കക്ഷികളിൽ നിന്നുള്ള അംഗങ്ങൾ തുടങ്ങി TDP തുടങ്ങിയ അംഗങ്ങളെയാണ് അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് 3 ദിവസത്തേക്കായിരുന്നു സസ്പെൻഷൻ. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സസ്പെൻഷൻ ചില അംഗങ്ങൾക്ക് ഈ സമ്മേളന കാലയളവ് അവസാനിക്കുന്നത് വരെയാണ്. മറ്റു ചില അംഗങ്ങൾക്ക് ലോക്സഭയിൽ 3 പേർക്കും രാജ്യസഭയിൽ 11 പേർക്കും ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നത് വരെയാണ് സസ്പെൻഷൻ. അതായത് പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസത്തെ സാവകാശമുണ്ട്. അതുവരെ ഈ സസ്പെൻഷൻ നീളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ MP-മാർ അസാധാരണ നടപടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ MP-മാർ പ്രതിഷേധിക്കുന്നത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലല്ല, ഇത് പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ MP-മാരുടെ പ്രതിഷേധം നടക്കുന്നത്. കേരളത്തിലുള്ള MP-മാർ അടക്കമുള്ളവർ ആ ദൃശ്യങ്ങളിൽ കാണാം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ഒപ്പം തന്നെ കവാടത്തിന് മുന്നിലും പ്രതിഷേധം തുടരാൻ തന്നെയായിരിക്കും തീരുമാനം. സർക്കാരാകട്ടെ ഈ സഭാ സമ്മേളനം 22-ാം തീയതി അവസാനിക്കും. സ്വാഭാവികമായും മറ്റ് ചില ബില്ലുകൾ പാസ്സാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ബില്ലുകൾ എത്രയും വേഗം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണെങ്കിലും ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. രഞ്ജിത്ത്. ശരി.